വെൽക്കം ടു നിയാസ് അമേരിക്കൻ വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ടെന്നസിയിൽ മഞ്ഞ് പെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെയാണേ, സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതുണ്ട്, ഇപ്പം ഇവിടെയൊക്കെ കുറച്ച് കട്ടിക്കാണ് പെയ്യുന്നത്. ഇവിടെ സാധാരണ മഞ്ഞില്ലാത്ത സ്ഥലമാണ്, എന്നാലും ഇന്ന് എന്തോ ഇതിൽ കുറച്ച് മഞ്ഞ് പെയ്യും. അപ്പം ഞാൻ ഈ ഒരു വൈറ്റ് സ്നോ പെയ്യുന്നത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഞാനും പ്രിപ്പയർഡ് അല്ല കേട്ടോ, പെയ്യുന്ന കണ്ടപ്പോൾ ഓടി ഒന്ന് ഇനി എടുക്കാമെന്ന് ഓർത്തു. കാരണം ഇത് 1 മണിക്കൂറൊക്കെ ഇവിടെ കാണുകയുള്ളൂ. അപ്പം വന്നപ്പോൾ ഇച്ചിരി കട്ടിക്ക് വന്നു. വണ്ടിയിലും പിന്നെ ഇവിടെയുള്ള റൂഫേലും ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ബോളൊക്കെ ആക്കുമ്പോൾ നല്ല കട്ടിയാണ്. അങ്ങനെയാണ്, ഇതൊക്കെയാണ് മഞ്ഞിൻ്റെ കഥ ഇവിടുത്തെ കേട്ടോ. എനിക്ക് ഒത്തിരി ഒന്നും പറയാനില്ല, കാരണം ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേക്കും ചിലപ്പോൾ തീർന്നെന്ന് വരും. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ മഞ്ഞ് ഇപ്പോൾ പെയ്തോണ്ടിരിക്കുക, പെയ്യുന്ന കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കാറ്റടിച്ച് എൻ്റെ മുഖത്തോട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ സാധാരണ മഞ്ഞ് ഇല്ലാത്തൊരു സ്ഥലമാണ്, പക്ഷേ ഇന്ന് ഇത്രയും കട്ടിക്ക് പെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ 1 മണിക്കൂറുള്ളതെന്നാണ് പറഞ്ഞേ. അപ്പം എന്തായാലും 1 മണിക്കൂർ കൂടുതലായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് കുറഞ്ഞായിരുന്നു, ഇപ്പോൾ വീണ്ടും നല്ല കട്ടിക്ക് തന്നെ പെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിലേക്ക് പോകാതെ. സാധാരണ മഞ്ഞ് പെയ്യുമ്പം ഒത്തിരി തണുപ്പ് അങ്ങനെ വരികയല്ല, പക്ഷെ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നമുക്ക് തണുക്കും. ഇവിടെ ഒരു ലേക്കുണ്ട്, ഈ ലേക്ക് വ്യൂ ഒന്ന് കാണിക്കാവേ. സാധാരണ എൻ്റെ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ലേക്കൊക്കെ വരാറുള്ള, പക്ഷേ ഈ മഞ്ഞത്ത് കിടക്കുന്ന ലേക്ക് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ കുറേ മീനുകളും താറാവുകളും ഒക്കെ ഉള്ളതാണ്, അതിനെ ഒന്നും ഇപ്പം കാണുന്നില്ല. അതൊക്കെ ഇപ്പം തണുത്ത് വരച്ചിരിക്കുമായിരിക്കും. ശരിക്കും മഞ്ഞ് പെയ്യുമ്പം പുറത്തിറങ്ങുന്ന ഒരു സുഖമാണ്, അതുപോലെ തന്നെ അകത്തിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഖം തന്നെ കേട്ടോ. പക്ഷെ പുറത്തിറങ്ങിയാൽ നമുക്കൊരു കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് മഞ്ഞത്ത് കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഈ സ്നോമാനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒത്തിരി മഞ്ഞുള്ള സ്ഥലത്ത്. അത്രയൊന്നും മഞ്ഞ് ഇവിടെ ആയിട്ടില്ല. വേണമെങ്കിൽ ഇതെല്ലാം അടിച്ച് വാരി കൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഒരു സ്നോ ഡ്രൈവിന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓർത്ത് ആക്ച്വലി ഒരു 1 hour ഇത് നിൽക്കുള്ളായിരിക്കും എന്ന്. പക്ഷേ ഇന്ന് ഇവിടെ കാര്യമായിട്ട് സ്നോ പെയ്യുന്ന ദിവസമാട്ടോ. രാവിലെ തുടങ്ങിയതാ, ഇതുവരെയും നിന്നിട്ടില്ല. നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ പെയ്തിട്ടുണ്ട്.
ഇവിടെ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ, കാരണം ഇവിടെ ഫോളൊക്കെ വരുമ്പോൾ നല്ല കളേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ മരത്തേലെ ഇലയൊന്നും ഇല്ല, ഫുള്ള് ഇങ്ങനെ കമ്പാണെങ്കിലും സ്നോ ഒക്കെ പെയ്ത് കിടക്കുമ്പോൾ കണ്ടാവും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഈ സ്നോ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ തണുപ്പ് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ സ്നോ പെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ നമ്മളൊന്ന് പിടിക്കുകയും ഒരു ബോളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ അങ്ങ് തണുക്കുന്നത്. അല്ലാതെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇതിപ്പം ഈ വീടുകളിലൊക്കെ ഇങ്ങനെ സൈഡിലെല്ലാം ഇങ്ങനെ സ്നോയാണ് പെയ്ത് കിടക്കുന്നത്. ഇവിടുത്തെ റോഡൊക്കെ ക്ലിയറാ, അതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സാധാരണ ഭയങ്കര ഹെവി സ്നോ ഒക്കെ ആണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത്രയൊന്നും ആയിട്ടില്ല, അത് കാരണം റോഡൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. ഇത് കണ്ടോ, വീടിൻ്റെ റൂഫയിലൊക്കെ ഇങ്ങനെ ഫുൾ വൈറ്റായി. ഇതാണ് നമ്മുടെ സ്നോ. നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാൻ സ്നോ ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ സ്നോമാൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.